ഈ അനിശ്ചിതത്വങ്ങളൊക്കെ പരിഹരിക്കണമെന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. ഇക്കാര്യത്തിലുള്ള പ്രതികരണങ്ങളിൽ മുതിർന്ന നേതാക്കൾ പക്വത കാണിക്കണമെന്ന് കൂടിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പം മുൻപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതുകൂടി കേൾക്കാം. യുവാക്കൾ കാണിക്കുന്ന, ചെറുപ്പക്കാർ കാണിക്കുന്ന ആ പക്വതയും പാകതയും പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ ദയവ് ചെയ്ത് കാണിക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് തന്നെ ഇത്ര അനിശ്ചിതത്വം. ഇപ്പോൾ പാർട്ടിയുടെ ഹൈക്കമാൻഡ് ഒരാളെ നിശ്ചയിക്കുമ്പോൾ അത് ഏത് പദവിയിലായിക്കോട്ടെ, ഇപ്പോൾ എന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് പാർട്ടിയുടെ ഹൈക്കമാൻഡ് നിശ്ചയിച്ചു. അപ്പോൾ ആ നിശ്ചയിക്കുന്ന ആളുകൾക്കറിയാം എന്നെ എപ്പോൾ മാറ്റണം, എപ്പോൾ മാറ്റേണ്ടതെന്ന്. അത് ബാക്കിയുള്ളവർ അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടാണോ ആളുകളെ വെക്കുകയും മാറ്റുകയും ചെയ്യുന്നത്? പാർട്ടിയുടെ ഹൈക്കമാൻഡിന് കൃത്യമായി ബോധ്യമുള്ള പുനഃസംഘടനാ വിഷയത്തിനകത്ത് എല്ലാ ദിവസവും ഇങ്ങനെ വാർത്ത ഉണ്ടാക്കുന്നത് അത്ര ആരോഗ്യകരമല്ല. മാത്രമല്ല, നേതൃത്വം ഇടപെട്ട അനിശ്ചിതത്വം മാറ്റണം. ഏതായാലും ദില്ലിയിലും ഒപ്പം തിരുവനന്തപുരത്തും ഒക്കെ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്ത് മാറ്റം വരുത്തുന്നതിലെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കൃത്യമായ നടപടിക്രമമുണ്ട് എന്ന് KC വേണുഗോപാൽ പറയുകയാണ്. നോബിൾ മാരിക്കാരനും റോഷിപാലും PR സുനിലും വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട്. നോബിൾ മാരിക്കാരനിലേക്ക് പോയാൽ നോബിൾ ഏത് സ്ഥാനം നൽകും? KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് K സുധാകരനെ മാറ്റിയാൽ എന്നൊരു ചോദ്യമുണ്ടല്ലോ. പ്രവർത്തക സമിതിയിലേക്ക് ക്ഷണിതാവാക്കും എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാറ്റത്തിന് സുധാകരൻ ഏറെക്കുറെ തയ്യാറാണ് എന്നുള്ള സൂചനകൾ കൂടി വരികയും ചെയ്യുന്നു. പക്ഷേ ഉടൻ വേണോ എന്നതിൽ മാത്രമാണ് ഇപ്പോൾ ഒരു അനിശ്ചിതത്വം അല്ലെങ്കിൽ ഒരു ആശങ്ക എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കുക എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും? അനുനയ നീക്കങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? പ്രത്യേകിച്ച് VD സതീശനുമായൊക്കെ രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിച്ചു എന്ന് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും അല്പം മുമ്പ് VD സതീശനുമായി രാഹുൽ ഗാന്ധി ഇക്കാര്യം ഫോണിൽ സംസാരിച്ചു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. KC വേണുഗോപാൽ രാഹുൽ ഗാന്ധി വസതിയിൽ എത്തിയ ശേഷമാണ് ആ ഫോൺ വിളി ഉണ്ടായത് എന്ന് അറിയാൻ കഴിയും. നിലവിലത്തെ സാഹചര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നതിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. അത് പരിഹരിക്കുക എന്നാണ് ഇപ്പോഴത്തെയും പ്രധാനപ്പെട്ട അജണ്ട എന്ന് മനസ്സിലാക്കുന്നു. കാരണം K സുധാകരൻ ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് സമ്മർദ്ദം പാർട്ടിക്ക് മേൽ ഉണ്ടാക്കുമെന്ന് ഹൈക്കമാൻഡ് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ അത്തരത്തിൽ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് അപ്രതീക്ഷിത നീക്കമാണ് ഉണ്ടായത് എന്നതും യാഥാർത്ഥ്യമാണ്. ആ പശ്ചാത്തലത്തിൽ തുടർ നീക്കങ്ങൾ കരുതലോടെ വേണം എന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. പ്രത്യേകിച്ച് ഏറെ പ്രതീക്ഷയോടെ കേരളം കോൺഗ്രസ് നോക്കിക്കാണുന്ന ഒരു സംസ്ഥാനമാണ്. സ്വാഭാവികമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങൾ വരാനുണ്ട്. ആ പശ്ചാത്തലത്തിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ, എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ വേണം പുനഃസംഘടന എന്ന നിർബന്ധം ഹൈക്കമാൻഡിനുണ്ട്. ആ സാഹചര്യമാണ് ഇപ്പോൾ ഏറ്റവും അധികം ഹൈക്കമാൻഡിനെ വെട്ടിലാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും K സുധാകരനെ മാറ്റം എന്ന നിലപാട് ഹൈക്കമാൻഡ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു. അക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. പക്ഷേ എപ്പോഴെന്നത് ഇന്നിപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകില്ലെന്ന് ഏറെക്കുറെ നമ്മൾ ഉറപ്പിക്കാൻ കഴിയുമെങ്കിലും പക്ഷേ എങ്കിൽ പോലും ശക്തമായ ചർച്ചകൾ, ഇതുമായി ബന്ധപ്പെട്ട മാരത്തൺ ചർച്ചകൾ തന്നെ ഇന്നിപ്പോൾ നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം KC വേണുഗോപാൽ രാഹുൽ ഗാന്ധി പിന്നാലെ VD സതീശനുമായി രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിച്ചു. ദീപാദാസ് മുൻഷി ഇപ്പോൾ KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തും എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സ്വാഭാവികമായും അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ നടത്തുമ്പോൾ ഒരു പക്ഷേ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോയാൽ അത്ഭുതപ്പെടരുത്. ദീപാദാസ് മുൻഷിയുടെ ഒരു നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? നേതൃമാറ്റം വേണം എന്ന് തന്നെ ഇതിൽ ഉറച്ചു നിൽക്കുകയാണ് ദീപാദാസ് മുൻഷി എന്നതാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ദീപാദാസ് മുൻഷിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസിൽ ഒരു സമൂലമായ മാറ്റം വേണമെന്നാണ് അവരുടെ ഒരു ആവശ്യം. ഇത് നേരത്തെ തന്നെ ഒരു റിപ്പോർട്ടായി തന്നെ അവർ നൽകിയതാണ്. ഈ റിപ്പോർട്ട് നൽകുന്നതിന് മുൻപ് പ്രധാനപ്പെട്ട നേതാക്കളായ എല്ലാം ദീപാദാസ് മുൻഷി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ച കേരളത്തിലെ ഭൂരിഭാഗം നേതാക്കളും പുതിയ നേതൃത്വം വരണമെന്ന ആവശ്യം തന്നെയാണ് ദീപാദാസ് മുൻഷിക്ക് മുന്നിലും വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ടിൽ K സുധാകരനെ അടക്കം മാറ്റിക്കൊണ്ട് പുനഃസംഘടന വേണം എന്ന നിലപാട് ആവർത്തിക്കുകയും ചെയ്യുന്നു. എന്താണെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിലേക്കാണ് ഹൈക്കമാൻഡ് നേതൃമാറ്റം എന്ന ചർച്ചകളിലേക്ക് എത്തിയത്. അതോടൊപ്പം കനകൂലി നൽകിയ റിപ്പോർട്ടിലും KPCC അധ്യക്ഷനെ മാറ്റം, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസിൽ ഐക്യമില്ല എന്നത് കൃത്യമായി തന്നെ ആ റിപ്പോർട്ടിലും ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലം കണക്കിലായിക്കൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് പുതിയ KPCC അധ്യക്ഷൻ എന്ന ആവശ്യത്തിലേക്ക് ദയവായി തുടരുക.